നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്രത്തിൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. NDA പാർലമെന്ററി പാർട്ടി യോഗം നാളെ. നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുക്കും. സുപ്രധാന വകുപ്പുകൾക്കായി സമ്മർദ്ദം ശക്തമാക്കി TDPയും JDUവും. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വിദേശ രാഷ്ട്രത്തലവന്മാർക്ക് ക്ഷണം. തെരഞ്ഞെടുപ്പ് പരാജയവും സംഘടനാ അഴിച്ചുപണിയും ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ BJP നേതൃയോഗം. JP നഡ്ഡയ്ക്ക് പകരം പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ തിരക്കിട്ട നീക്കങ്ങൾ. കൂടുതൽ ചെറുകക്ഷികളെ ഉൾപ്പെടുത്തി മുന്നണി വിപുലീകരണ നീക്കവുമായി BJP. തൽക്കാലം NDA വിടില്ലെന്ന് NCP അജിത് പവാർ വിഭാഗം. ഡൽഹിയിലെ തിരിച്ചടിക്ക് പിന്നാലെ കോൺഗ്രസുമായുള്ള സഖ്യം ഉപേക്ഷിക്കാൻ ആം ആദ്മി പാർട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഗോപാൽ റായ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് മേൽ സമ്മർദ്ദം. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം മറ്റന്നാൾ. കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച് മഹാരാഷ്ട്ര സാംഗ്ലിയിൽ വിമതനായി മത്സരിച്ച് ജയിച്ച വിശാൽ പാട്ടീൽ. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപേ BJPയെ പ്രതിരോധത്തിലാക്കാൻ ഇന്ത്യ സഖ്യം. എക്സിറ്റ് പോളിനെ മുൻനിർത്തി ഓഹരി വിപണിയിലെ കുംഭകോണത്തിന് നരേന്ദ്രമോദിയും അമിത്ഷായും സഹായം ചെയ്തെന്ന് രാഹുൽ ഗാന്ധി. JPC അന്വേഷണം വേണമെന്നും ആവശ്യം. ആരോപണങ്ങൾ തള്ളി BJP. വിപണി നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിക്കാൻ രാഹുൽ ഗൂഢാലോചന നടത്തുകയാണെന്ന് പീയൂഷ് ഗോയൽ. കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ച സുരേഷ് ഗോപി ഡൽഹിയിലെത്തി. നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. തൃശൂരിലെ സീറ്റ് സ്വർണ്ണത്താളത്തിൽ വെച്ച് പിണറായി BJPക്ക് സമർപ്പിച്ചെന്ന് MM ഹസൻ. തൃശൂരിലെ തോൽവിയിൽ ഇടഞ്ഞു നിൽക്കുന്ന K മുരളീധരനെ അണുനയിപ്പിക്കാൻ കോൺഗ്രസ്. K സുധാകരൻ കോഴിക്കോട്ടെ വീട്ടിലെത്തി മുരളിയെ കണ്ടു. K മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ തയ്യാറെന്നും പ്രതികരണം. തൃശൂരിലെ തോൽവി ഗൗരവമായി പരിശോധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വയനാട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമെന്നത് ഹൈക്കമാൻഡാണ്. K മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിച്ചത് കൂട്ടായെടുത്ത തീരുമാനമാണെന്നും തൃശൂരിലെയും ആലത്തൂരിലെയും പരാജയത്തിൽ ആരെയും കുറ്റക്കാരായി വിധിക്കാൻ കഴിയില്ലെന്നും VD സതീശൻ. തൃശൂർ DCCക്കെതിരെ വീണ്ടും പോസ്റ്റർ. DCC ഓഫീസിന് മുന്നിലും തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ പേരു പറഞ്ഞു കുറ്റപ്പെടുത്തുന്ന പോസ്റ്റർ നേതാക്കൾ ഇടപെട്ട് കീറിക്കളഞ്ഞു. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പെന്ന് MV ഗോവിന്ദൻ. തിരുത്തേണ്ടത് തിരുത്തുമെന്ന് ദേശാഭിമാനിയിൽ ലേഖനം. തോൽവി ചെറുതല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി. കോട്ടയത്ത് LDF വോട്ടുകൾ NDAയിലേക്ക് പോയെന്ന് തുറന്നു പറഞ്ഞ് VN വാസവൻ. പത്തനംതിട്ടയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായില്ലെന്ന് ഐസക് ക്യാമ്പ്. പശ്ചിമബംഗാളിലെ BJP MPമാർ ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കുമെന്ന അവകാശവാദവുമായി അഭിഷേക് ബാനർജി. പശ്ചിമബംഗാളിലെ 3 BJP MPമാർ സർക്കാർ ഉണ്ടാക്കാൻ പിന്തുണ അറിയിച്ച് എത്തിയെന്ന് അഭിഷേക് ബാനർജി. നിലവിൽ പശ്ചിമബംഗാളിൽ 12 MPമാരാണ് BJPക്കുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ LDFന് കീറാമുട്ടിയായി രാജ്യസഭാ സീറ്റ് വിഭജനം. രാജ്യസഭാ സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ച് CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും. തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം ഉടൻ. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന് ഗീവർഗീസ് മാർ കുറിലോസ്. രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം തിരിച്ചടിയായി. രണ്ടാം പിണറായി സർക്കാരിന്റെ നിലവാര തകർച്ച പരാജയത്തിന്റെ മറ്റൊരു കാരണമായെന്നും വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോട്ടയത്തെ ജോസ് കെ മാണി വിഭാഗത്തിന്റെ തോൽവി രാഷ്ട്രീയ ആയുധമാക്കി UDF. LDFന്റെ വോട്ട് ചോർച്ചയിൽ CPIM മറുപടി പറയണമെന്ന് UDF. പരസ്യ പ്രതികരണത്തിലേക്ക് കടന്ന് മുന്നണിയെ പ്രതിസന്ധിയിലാക്കേണ്ടെന്ന നിലപാടിൽ LDF നേതാക്കൾ. തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും BJP വ്യാപകമായി പണമൊഴുക്കിയെന്ന പന്ന്യൻ രവീന്ദ്രന്റെയും V ജോയുടെയും ആരോപണങ്ങൾ തള്ളി ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്. കേന്ദ്ര പദ്ധതികൾ വഴി ജനങ്ങൾക്ക് സഹായം ചെയ്തു. അനുവദിച്ചതിൽ കൂടുതൽ പണം ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ എന്നും VV രാജേഷ്. ഹയർ സെക്കൻഡറി അധ്യാപക സ്ഥലം മാറ്റത്തിൽ തൽസ്ഥിതി തുടരണമെന്ന ഇടക്കാല ഉത്തരവ് നീട്ടി ഹൈക്കോടതി. ഹർജികൾ ഈ മാസം 11-ന് കോടതി വീണ്ടും പരിഗണിക്കും. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകുന്നത് നല്ല കാര്യമാണെന്ന് INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ. കേരളത്തിൽ LDFന് നേട്ടമുണ്ടാക്കാനായില്ല. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വോട്ട് ചോർന്നു. കോൺഗ്രസ് വോട്ട് മറിച്ചാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നും അഹമ്മദ് ദേവർകോവിൽ.
രണ്ടാം പിണറായി സർക്കാരിന്റെ 3-ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം നാളെ. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും വിലക്കയറ്റവും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചെന്ന് വിലയിരുത്തൽ. മഹാമാരികളും കേന്ദ്ര സമീപനങ്ങളും സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിഞ്ഞെന്ന ആത്മവിശ്വാസത്തിൽ സർക്കാർ. പത്തനംതിട്ടയിൽ തന്നെ പ്രവർത്തനം കേന്ദ്രീകരിക്കാൻ അനിൽ ആന്റണി. നിലവിൽ ലഭിച്ച 2 ലക്ഷത്തിൽ പരം വോട്ടുകളിൽ ദേശീയ നേതൃത്വത്തിന് തൃപ്തി ഉണ്ട്. പത്തനംതിട്ടയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മണ്ഡലം പിടിക്കാമെന്നും വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മോദിയുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാനും നിർദ്ദേശം. തൃശൂരിലെ പരാജയത്തിലുണ്ടായ പരിഭ്രമത്തിലാണ് രമേശ് ചെന്നിത്തലയുടെയും എം ഹസന്റെയും പ്രതികരണമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. നിയമ മോഡൽ തൃശൂർ നടപ്പിലാക്കാനുള്ള ശ്രമം ജനങ്ങൾ ചെറുത്തു തോൽപ്പിച്ചുവെന്നും ന്യൂനപക്ഷത്തിന്റെയും ഭൂരിപക്ഷത്തിന്റെയും വോട്ടുകൾ NDAക്ക് ലഭിച്ചുവെന്നും PK കൃഷ്ണദാസ്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ പോലീസുകാർക്ക് ആരോഗ്യ പ്രശ്നം. റവന്യൂ ടവറിലെ ശുചിമുറി മാലിന്യം കുടിവെള്ള ടാങ്കിൽ കലർന്നതാണ് ആരോഗ്യ പ്രശ്നത്തിന് കാരണമെന്ന് സൂചന. പരാതിയെ തുടർന്ന് ഭവന നിർമ്മാണ ബോർഡിന് നോട്ടീസ് നൽകി ആരോഗ്യ വകുപ്പ്. മലപ്പുറം AR നഗർ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ ED അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ EDക്ക് ഹൈക്കോടതി നോട്ടീസ്. 4 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം. നിക്ഷേപകനായ ഫൈസൽ നൽകിയ ഹർജിയിലാണ് നടപടി. വാൽമീകി വികസന കോർപ്പറേഷനിലെ സാമ്പത്തിക ക്രമക്കേടിൽ കർണാടക മന്ത്രിസഭയിൽ രാജി. സ്ഥാനമൊഴിഞ്ഞത് പട്ടികവർഗക്ഷേമ വകുപ്പ് മന്ത്രി B നാഗേന്ദ്ര. 85 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്ന് കണ്ടെത്തൽ. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധി നാളെ ബംഗളൂരു കോടതിയിൽ ഹാജരാകും. 40% കമ്മീഷൻ സർക്കാർ എന്ന് കഴിഞ്ഞ BJP സർക്കാരിനെ വിശേഷിപ്പിച്ചതിനാണ് രാഹുലിനെതിരെ കേസെടുത്തത്. സിദ്ധരാമയ്യയും DK ശിവകുമാറും കേസിൽ പ്രതികൾ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വീണ്ടും പ്രതിസന്ധിയിലായേക്കും. ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന നിലപാടിൽ ഉറച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ എത്തണമെന്ന പുതിയ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തം. ഈ മാസം 10 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും സമരത്തിനൊരുങ്ങി CITU. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം കനക്കും. ഞായറാഴ്ച വരെ മഴ മുന്നറിയിപ്പ്. മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. കോഴിക്കോട് കോടഞ്ചേരി വനത്തിൽ ശക്തമായ മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ. സംസ്ഥാനത്ത് റേഷൻ കരാറുകാരുടെ സമരം റേഷൻ വിതരണത്തെ ബാധിക്കുന്നുവെന്ന് വ്യാപാരികൾ. കുടിശ്ശികയായ 100 കോടി ലഭിക്കാതെ ജൂൺ മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യില്ലെന്ന് കരാറുകാർ വ്യക്തമാക്കി. നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി. 67 പേർക്ക് 1-ാം റാങ്ക് ലഭിച്ചതോടെയാണ് പരീക്ഷാഫലം ചർച്ചയായത്. അധികമായി നൽകിയ മാർക്കാണ് 47 പേർക്ക് 1-ാം റാങ്ക് കിട്ടാൻ കാരണമായതെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ബോട്ടിന്റെ എഞ്ചിൻ തകരാറിനെ തുടർന്ന് കോഴിക്കോട് കടലിൽ കുടുങ്ങിയ 5 തൊഴിലാളികളെ രക്ഷിച്ചു. പുതിയാപ്പ ഹാർബറിൽ നിന്ന് രാവിലെ മീൻ പിടിക്കാൻ പോയ ബോട്ടാണ് കടലിൽ കുടുങ്ങിയത്. ഡോക്ടേഴ്സിന്റെ ചട്ടവിരുദ്ധ സ്വകാര്യ പ്രാക്ടീസിനെതിരെ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് റെയ്ഡ്. പത്തനംതിട്ടയിൽ പരിശോധനയ്ക്കിടെ 2 ഡോക്ടേഴ്സ് കടന്നുകളഞ്ഞു. ചട്ടവിരുദ്ധമായി പ്രാക്ടീസ് ചെയ്ത 6 ഡോക്ടേഴ്സിനെതിരെ വിജിലൻസ് വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്യും. പത്തനംതിട്ട കൊച്ചുകോയിക്കലിൽ മരമുറി അന്വേഷിക്കാനെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ CPIM പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് പരാതി. വനിതാ ഉദ്യോഗസ്ഥയടക്കം 4 പേർക്ക് പരിക്കേറ്റു. ദൃശ്യങ്ങളടക്കം നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണം. കോഴിക്കോട് പേരാമ്പ്ര വാളൂർ അനു വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. പേരാമ്പ്ര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് 5000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. കൊണ്ടോട്ടി സ്വദേശിയായ പ്രതി മുജീബ് റഹ്മാനെതിരെ കവർച്ച ഉൾപ്പെടെ 9 വകുപ്പുകൾ. പാലക്കാട് നെല്ലിയാമ്പതിയിൽ KSEB ജീവനക്കാരനെ കാട്ടാന ഓടിച്ചു. നെല്ലിയാമ്പതി ചുരം റോഡിലെ 14-ാം വ്യൂ പോയിന്റിന് സമീപത്ത് വെച്ചാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിനിടെ അപകടം. മലയാളികളടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. കർണാടക മൗണ്ടനിയറിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ട്രക്കിങ്ങിന് പോയ 22-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അട്ടപ്പാടി മുരുകള ഊരിന് സമീപത്ത് നിന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. 34 തടങ്ങളിലായി 2 ആഴ്ച മുതൽ 6 മാസം വരെ പ്രായമുള്ള 436 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. സാമ്പിൾ എടുത്ത ശേഷം കഞ്ചാവ് ചെടികൾ എക്സൈസ് നശിപ്പിച്ചു. ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് CISF ഉദ്യോഗസ്ഥ മർദ്ദിച്ചെന്ന ആരോപണവുമായി BJP നേതാവും മണ്ഡിയിൽ നിന്നുള്ള നിയുക്ത MP-യുമായ കങ്കണ റണൌട്ട്. കങ്കണ കർഷകരെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ചാണ് മർദ്ദനമെന്നാണ് സൂചന. CISF ഉദ്യോഗസ്ഥ കുൽവിന്ദർ കൗറിന് സസ്പെൻഷൻ.
കോഴിക്കോട്ട് കക്കൂസ് മാലിന്യം തോട്ടിലേക്കൊഴുക്കുന്നതിനിടെ വാഹനം മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. രാമനാട്ടുകര ദേശീയപാതയിൽ അഴിഞ്ഞിലത്ത് നിന്ന് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പത്തനംതിട്ട കല്ലേലി എസ്റ്റേറ്റിൽ നിലയുറപ്പിച്ച് കാട്ടാനക്കൂട്ടം. 8 കാട്ടാനകളാണ് ലയങ്ങൾക്ക് സമീപം തുടരുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. കാട്ടൂർ സ്വദേശി അഭിജിത്താണ് 4.5 കിലോ കഞ്ചാവുമായി പിടിയിലായത്. എറണാകുളം പെരുമ്പാവൂരിൽ 6 കിലോ കഞ്ചാവുമായി ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിപ്പിടിയിൽ. ഒഡീഷ സ്വദേശി സമീർ ഡിഗലിനെയാണ് പ്രത്യേക സംഘം പിടികൂടിയത്. കാറിൽ നീന്തൽക്കുളം ഒരുക്കിയ യൂട്യൂബർ സഞ്ജുവിനെതിരെ കടുത്ത നടപടി. ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും. വാഹനത്തിന്റെ രജിസ്ട്രേഷനും റദ്ദാക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊല്ലം മെത്രാസന യുവജന പ്രസ്ഥാനം ഇടം ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച ഭവനത്തിന്റെ താക്കോൽ ദാനം നടന്നു. കൊല്ലം മെത്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യോസ് മെത്രാപ്പൊലീത്ത താക്കോൽ ദാനം നിർവഹിച്ചു. NK പ്രേമചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആറളം ഫാമിൽ തമ്പടിച്ച 20ഓളം കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തി ദൗത്യ സംഘം. താളിപ്പാറയിൽ നിന്ന് കോട്ടപ്പാറയിലൂടെയാണ് കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി പ്രിൻസിപ്പൽ. വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ജനിച്ചപ്പോൾ ഉണ്ടായ അണുബാധയാണ് മരണത്തിന് കാരണമെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. കോഴിക്കോട് ബാലുശ്ശേരിയിൽ വാഹനാപകടം. അമിത വേഗത്തിൽ വന്ന കാർ തലകീഴായി മറിഞ്ഞു. കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ SDPI നേതാവ് ഷാൻ വധക്കേസിൽ 10 പ്രതികൾക്ക് ജാമ്യം നൽകിയ സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകി. ഹർജിയിൽ പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മലപ്പുറത്ത് സ്കൂൾ വാഹനം മറിഞ്ഞ അപകടം. മൊറയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാഹനമാണ് മറിഞ്ഞത്. 12 പേർക്ക് പരിക്കേറ്റു. കൊച്ചി കുണ്ടന്നൂരിൽ 80 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിൽ. മട്ടാഞ്ചേരി സ്വദേശി പുത്തൻപുരയ്ക്കൽ അഷ്റഫ് ഹാരിസാണ് പിടിയിലായത്. കാസർഗോഡ് കള്ളാറിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച അപകടം. കള്ളാർ സ്വദേശി പ്രജിൽ മാത്യുവിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. കൊച്ചിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ മർദ്ദനമേറ്റ ഓട്ടോ തൊഴിലാളി മരിച്ചു. ഇടക്കൊച്ചി പഴയക്കാട്ട് വീട്ടിൽ ജോയിയാണ് കൊല്ലപ്പെട്ടത്. മരണം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം ചീഫ് ഹൈഡ്രോഗ്രാഫറുടെ ഓഫീസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഒഴിവ്. യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 26. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തിരുവനന്തപുരം മേഖലാ ഓഫീസിന് കീഴിലുള്ള ഫിഷറീസ് ഓഫീസുകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ കോഓർഡിനേറ്റേഴ്സിനെ നിയമിക്കുന്നു. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ. പത്തനംതിട്ട കുളനട ഗവൺമെന്റ് UP സ്കൂളിൽ ഹിന്ദി അധ്യാപകരുടെ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി നാളെ 11-ന് സ്കൂൾ ഓഫീസിൽ എത്തണം. ദേശീയ വാർത്തകൾ. ഈ മാസം 9-ന് നിശ്ചയിച്ചിരുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ 12-ലേക്ക് മാറ്റി. 3-ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ 9-ന് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് മാറ്റം. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്ക് ജാമ്യമില്ല. കസ്റ്റഡി കാലാവധി 4 ദിവസത്തേക്ക് കൂടി നീട്ടി. ഈ മാസം 10 വരെയാണ് കസ്റ്റഡി കാലാവധി. ഉത്തരാഖണ്ഡിൽ ബസ്സിന് മുകളിൽ പാറ വീണ് അപകടം 2 മരണം. അപകടം ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിൽ. നോയിഡയിലെ സെക്ടർ 119 അപ്പാർട്ട്മെന്റിൽ വൻ തീപിടുത്തം. ആളപായമില്ല. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് പ്രാഥമിക നിഗമനം. മുംബൈയിലെ പവായിൽ ചേരി ഒഴിപ്പിക്കലിനിടെ സംഘർഷം. കല്ലേറിൽ 6 പോലീസുകാർക്ക് പരിക്ക്. പവായിലെ ജയ് ഭീം നഗറിലാണ് സംഘർഷം. പ്രധാനമന്ത്രി മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നാളെ ഡൽഹിയിലെത്തും. ഉച്ചയ്ക്ക് ഷെഡ്യൂൾ ചെയ്യുന്ന പ്രത്യേക വിമാനത്തിൽ ഷെയ്ഖ് ഹസീന ധാക്കയിൽ നിന്ന് പുറപ്പെടും. നവജാത ശിശുവിനെ വിറ്റതായി പരാതി. സംഭവം കർണാടകയിലെ ഹാസനിൽ. ഭർത്താവ് 2 ലക്ഷം രൂപയ്ക്ക് കുഞ്ഞിനെ വിറ്റതായി യുവതിയുടെ വെളിപ്പെടുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും NDA സഖ്യത്തെയും അഭിനന്ദിച്ച് ദലൈ ലാമ. നേരിടാൻ പോകുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രതിരോധിച്ച് വിജയിക്കണമെന്ന് നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ പരാമർശം. ഗുജറാത്തിലെ കച്ച് തീരത്ത് വൻ ലഹരിവേട്ട. 130 കോടി രൂപ വിലമതിക്കുന്ന കൊക്കൈൻ പിടിച്ചെടുത്ത പോലീസ്. എയർ ഇന്ത്യയിൽ ലയിക്കുന്നതോടെ എയർ വിസ്താര എന്ന പേര് ഓർമ്മയാകുന്നു. ഡിസംബറോടെ ലയനം പൂർത്തിയാകും. വിസ്താരയുടെ എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് കാലാവധി ഡിസംബറോടെ അവസാനിക്കും.
രാജ്യാന്തര വാർത്ത. മെക്സിക്കോയിൽ പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം. ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇൻഫ്ലുവൻസ വൈറസ് ബാധയുടെ ആദ്യ മനുഷ്യ കേസാണിതെന്ന് ലോകാരോഗ്യ സംഘടന. ചെക്ക് റിപ്പബ്ലിക്കിൽ ട്രെയിൻ അപകടം, 4 മരണം, നിരവധി പേർക്ക് പരിക്ക്. ഗസയിലെ കുഞ്ഞുങ്ങൾ കടുത്ത ദുരിതത്തിലെന്ന് യുനിസെഫ്. 10ൽ 9 കുഞ്ഞുങ്ങൾക്കും പോഷകാഹാരം ലഭിക്കുന്നില്ല. റിപ്പോർട്ട് 2023 ഡിസംബറിനും 2024 ഏപ്രിലിനും ഇടയിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ. യമനിൽ സൈനികരും ഹൂതികളും തമ്മിൽ ഏറ്റുമുട്ടൽ, 18 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. സെൻട്രൽ ഗസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂളിന് നേരെ ഇസ്രായേൽ ആക്രമണം, 40 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്ക്. ചർച്ചകൾക്കിടെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മേധാവി. ജനനനിരക്ക് വർദ്ധിപ്പിക്കാൻ ടോക്കിയോയിൽ ഡേറ്റിംഗ് ആപ്പ് അവതരിപ്പിക്കാനൊരുങ്ങി ജപ്പാൻ. ടോക്കിയോ മെട്രോപൊളിറ്റൻ ഗവൺമെന്റിന്റെ ഫീസ് അടിസ്ഥാനമാക്കിയാണ് ആപ്ലിക്കേഷൻ പുറത്തിറക്കുക. നോർവേയിൽ പാറക്കെട്ടിൽ നിന്ന് വീണ് 1 മരണം. അപകടമുണ്ടായത് നോർവേയിലെ മിഷൻ ഇംപോസിബിൾ പാറക്കെട്ടിൽ. സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് പോലീസ്. UK-യിൽ ജൂലൈ 4-ന് പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കുടിയേറ്റ വിഷയങ്ങളിൽ കാർക്കശ്യത്തോടെയുള്ള നിലപാടെടുക്കുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക്. അധികാരത്തിൽ തിരിച്ചെത്തിയാൽ വർക്ക് ഫാമിലി വീസകളിൽ പുതിയ പരിധി കൊണ്ടുവരുമെന്നാണ് സുനക്കിന്റെ വാഗ്ദാനം. വാർഷിക ഫലപ്രഖ്യാപനത്തിൽ തിളങ്ങി LIC. നികുതിയാനന്തര ലാഭം 36,397 കോടിയിൽ നിന്ന് 40,676 കോടിയായി വർദ്ധിച്ചു. ലാഭവിഹിത പോളിസികൾക്ക് 52,596 കോടി രൂപ ബോണസായും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടെ കൂടുതൽ യുവാക്കൾ ഫേസ്ബുക്കിലേക്ക് ആകർഷിക്കപ്പെട്ടതായി മെറ്റ. US, കാനഡ എന്നിവിടങ്ങളിൽ 18-നും 29-നും ഇടയിൽ പ്രായമുള്ള 40 ദശലക്ഷത്തിലധികം പേർ ദിവസവും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുവെന്നുണ്ടെന്ന് കണക്കുകൾ. ആപ്പിളിനെ പിന്തള്ളി എൻവിഡിയ. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള 2ാമത്തെ കമ്പനിയായി. എൻവിഡിയയുടെ ഓഹരികൾ 5.2% ഉയർന്ന് $1,224.4 കമ്പനിയുടെ വിപണി മൂലധനം $3.012 ട്രില്യൺ ഉയർന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയും കൂടി. ഗ്രാമിന് 6,730 രൂപയും പവന് 53,840 രൂപയും. ബൈജൂസിന്റെ US ആസ്തികൾക്കെതിരെ പാപ്പരത്ത നടപടികൾ ആരംഭിച്ച് വായ്പാ ദാതാക്കൾ. വായ്പകളിൽ നിന്ന് $533 മില്യൺ ബൈജൂസ് സ്ഥാപകർ നിയമവിരുദ്ധമായി വകമാറ്റിയെന്നാണ് കേസ്. മൈക്രോസോഫ്റ്റിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ. മിക്സഡ് റിയാലിറ്റി ടീമിൽ നിന്ന് 1000 പേർക്ക് ജോലി നഷ്ടപ്പെടും. നടപടി മിക്സഡ് റിയാലിറ്റി വിഭാഗം പുനഃസംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി. സ്പോർട്സ് ന്യൂസ്. 2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ അമേരിക്ക ജയത്തിനായി പൊരുതുന്നു. 160 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന അമേരിക്ക 1 വിക്കറ്റിന് 50 റൺസ് പിന്നിട്ടു. 2020 ലോകകപ്പ് ആവേശത്തിൽ UK-യിലെ മലയാളികൾ. മെയ്ഡ്സ്റ്റോൺ ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മലയാളികളെ അണിനിരത്തി T10 ക്രിക്കറ്റ് സംഘടിപ്പിക്കുന്നു. ടൂർണമെന്റ് ഈ മാസം 9-ന് കെന്റിലെ മോഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ്. രോഹൻ ബൊപ്പണ്ണ സഖ്യം സെമിയിൽ പുറത്ത്. ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം ഇറ്റാലിയൻ ടീമിനോട് തോറ്റു. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെന്നിന് ജയത്തുടക്കം. ജപ്പാന്റെ കെന്റോ നിഷിമോട്ടോയെ തോൽപ്പിച്ചു. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ശശിധര KM സംവിധാനം ചെയ്യുന്ന സിബിൽ സ്കോർ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ശ്രീനാഥ് ഭാസിയാണ് ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ എത്തുന്നത്. മുഷ്താഖ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന അഭിരാമ സിനിമയുടെ ട്രെയിലർ പുറത്ത്. ഗായത്രി സുരേഷാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. നാളെ ചിത്രം തിയേറ്ററുകളിലെത്തും. പ്രവീൺ നാരായണൻ ഒരുക്കിയ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. സുരേഷ് ഗോപിയാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. വൈറൽ ട്രെൻഡ്സ്. വൈറലായി റീക്രിയേറ്റ് ഡാൻസ്. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. തരംഗമായി പഴയ ഷീമാട്ടി പരസ്യത്തിലെ പാട്ട്. വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. ഫാക്ട് ചെക്ക്. അമേരിക്കൻ ഗോൾഫ് താരം ഗ്രേസൺ മുറേ കോവിഡ് വാക്സിന്റെ പാർശ്വഫലത്തെ തുടർന്നാണ് മരിച്ചതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം.
ഗ്രേസൻ മുറെ ആത്മഹത്യ ചെയ്തുവെന്ന് സ്ഥിരീകരിച്ച് മാതാപിതാക്കൾ. മരണത്തിന് കോവിഡ് വാക്സിനുമായി ബന്ധമില്ലെന്നും മാതാപിതാക്കൾ. ഇനി നാളെ അറിയാൻ. കേരള ലക്ഷദ്വീപ് തീരത്ത് മീൻ പിടിക്കുന്നതിന് നിരോധനം. നാളെ മുതൽ ജൂൺ 10 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ചിറയൻകീഴ് ആലങ്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST അറബിക് ജൂനിയർ ഹിന്ദി അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11-ന് സ്കൂൾ ഓഫീസിൽ. കോഴിക്കോട് കിഴക്കോത്ത് പഞ്ചായത്തിൽ നാളെ മുതൽ 7 ദിവസത്തേക്ക് ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടും. അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനെ തുടർന്നാണ് നിയന്ത്രണം. സർവീസ് റദ്ദാക്കി റെയിൽവേ. നാളെ ഉച്ചയ്ക്ക് 2:30-ന് കൊല്ലത്ത് നിന്നും പുറപ്പെടേണ്ട കൊല്ലം സെക്കന്ദരാബാദ് സ്പെഷ്യൽ ട്രെയിനാണ് റദ്ദാക്കിയത്. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജിൽ സുവോളജി വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11-ന് കോളേജിൽ. ഇനിയിപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത. ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 36,654 83,309 പേർക്ക് പരുക്ക്. അമേരിക്കയിലെ ന്യൂപോർട്ട് ബീച്ചിൽ ഭൂചലനം. 2.6 തീവ്രത രേഖപ്പെടുത്തി. ആളപായമില്ല. പുനെ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 78 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. ദുബായിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.